നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. അന്തരിച്ച മീന ഗണേഷ് സിനിമ സീരിയൽ നടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഈ റോഡിലെ പോസ്റ്ററുകൾ, ബാനറുകൾ, ഫ്ലെക്സുകൾ ഇതുകൊണ്ട് സർവ്വ സാധനവും ട്രിവാൻഡ്രത്തുണ്ട്, ഇപ്പോൾ കൊച്ചിയിലും ഉണ്ടല്ലോ, മറ്റ് സ്ഥലങ്ങളുണ്ടെന്ന് അറിയില്ല. എല്ലാം കോർപ്പറേഷൻ മുഖേന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ മുഖേന എടുത്തുകൊണ്ട് ഈ കളഞ്ഞു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം, അനധികൃതമായ ബാനറുകൾ പോസ്റ്ററെല്ലാം മാറ്റണം, അതിന് ഫൈൻ എഴുതണം. അപ്പോൾ അനധികൃതമേത് അധികൃതമേത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വ്യാഖ്യാനമൊന്നും കാണുന്നില്ല. ഇവിടെ കോടതിയെ വിമർശിക്കല്ല, ചില കോണിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ചില അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ശബ്ദത്തിൽ കൂടി പറയുന്നു, മാത്രമേ ഉള്ളൂ. ഒന്ന്, വാഹന അപകടങ്ങളിൽ 90% ഓവർ സ്പീഡും മദ്യം കഴിച്ച് വണ്ടി ഓടിക്കൊണ്ടാണ്. 10% ഹെൽമെറ്റ് ഇല്ലാതെയും മറ്റ് വണ്ടി തകരാറ് കൊണ്ടും സംഭവിക്കുന്നു. ഒന്ന്, ഡ്രൈവറുടെ അശ്രദ്ധ, അമിതമായ സ്പീഡ്, മദ്യം കഴിച്ച് വാഹനം ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 90%, 10%. അതിന് ഹെൽമെറ്റാണ് എല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞ് പഞ്ചാബിലൊക്കെ വിൽക്കാതെ കിടന്ന കോടിക്കണക്കിന് രൂപയുടെ ഹെൽമെറ്റുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ പോലും വിറ്റുപോയി. 100-150 മുടക്കില്ലാത്ത ഹെൽമെറ്റുകളൊക്കെ 1000, 1500, 2000 വരെയൊക്കെയാണ് വിറ്റ് കാശാക്കി. അതിൻ്റെ പേരിൽ ഒരുപിടി അപാധകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അന്നും ഒരു ആരോപണമുണ്ട്. ഇന്നും ആൾക്കാർക്ക് സംശയം തീർന്നില്ല. അതുപോലെ അധികൃതവും അനധികൃതവും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വലിയ ഹോർഡിങ്സ് ഉണ്ട് സിറ്റിയിലേക്ക്. അതായിരിക്കും ഇനി അധികൃതം എന്ന് പറയുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളിലെ ഫ്ലെക്സുകളെല്ലാം പബ്ലിക്കിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാലാകാലങ്ങളായി കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ വയ്ക്കാറുണ്ട്. അത് ഒരു കോടതി അതിന് കുറ്റം പറയാനുള്ള ഒന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികളിലെ അത് ബിസിനസ് അല്ലല്ലോ, പൊതുസേവനല്ലേ. ഇപ്പം സിനിമ പോസ്റ്ററൊക്കെ ഉണ്ട്, ബിസിനസ്സാണത്. അതിന് കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ അനുവാദം വാങ്ങിക്കണം, ഫീസ് കൊടുക്കണം. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇത് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പം ചുരുക്കി ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ കുറേയധികം ഫ്ലെക്സുകൾ സിറ്റിയിലെ പല ഭാഗത്തും എടുത്തുകൊണ്ടിട്ട് കാണാതായിട്ടുണ്ട്. വ്യക്തമായ അതിൽ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്, പേരുണ്ട്. അതെന്തെങ്കിലും കാണാതെ മാറ്റണമെങ്കിൽ 24 മണിക്കൂറിൽ 10 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറും മാറ്റുമെന്ന് പറഞ്ഞാൽ അത് സ്വന്തം ചെലവിൽ മാറ്റുമായിരുന്നു. ഇത് ആയിരക്കണക്കിന് മുടക്കുള്ള ഫ്ലെക്സുകൾ ഓരോരുത്തരെയും ഇങ്ങനെ നശിപ്പിച്ച് കളയാണ്. ഇവിടെ ഉള്ളൊരു ചോദ്യം, വോയിസ് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു ലീഡർ എന്നോട് ചോദിച്ചൊരു കാര്യം, സർ, നമുക്ക് 3 നിയമ സംവിധാനമാണ്. ഒന്ന്, ലെജിസ്ലേച്ചർ, നിയമം നിർമ്മിക്കുക. മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, അത് നടപ്പിൽ വരുന്ന തടസ്സം വന്നാൽ അതിന് ലെജിസ്ലേച്ചർ നിയമം മൂലം കോടതി ഇടപെട്ട് തീരുമാനമെടുക്കും. അങ്ങനെ 3 സംവിധാനമാണ് നമ്മുടെ ഭരണത്തിനുള്ളത്. അപ്പോൾ റോഡുകളിൽ ഫ്ലെക്സ് വയ്ക്കുന്നത് അനധികൃതം എന്നൊക്കെ കോടതിക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു മാന്യൻ എന്നോട് ചോദിച്ചു. ഞാൻ വക്കീല, എനിക്ക് നിയമവശമൊന്നും അറിയില്ല. ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാണ്, തിരുവനന്തപുരത്ത് റോഡ് ക്ലോസ് ചെയ്ത് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പാർട്ടി പരിപാടി നടത്തി അതിന് പരാതി കോടതിയിലുണ്ടെങ്കിൽ അത് നടപടിയെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും അനധികൃതമായിട്ട് വലിയ ബോർഡ് വെച്ച് അത് മറിഞ്ഞു വീണ് ആൾക്കാർ അപകടം പറ്റിയെങ്കിൽ അതിന് നടപടിയെടുക്കാം.
ഇത് ഒരു ശല്യമില്ലാത്ത റോഡിൻ്റെ വക്കിൽ അല്ലെങ്കിൽ മതിലുള്ള അലൂമിനിയത്തിൻ്റെ മതിലിൽ ശക്തമായിട്ടില്ല ബലമായിട്ട് ഒട്ടിച്ചു വയ്ക്കുന്ന ഒരു ഫ്ലെക്സ് കൊണ്ട്, അത് തുണിയുടെ മറ്റ് ഫ്ലെക്സ് അല്ല, കോട്ടൺ ഫ്ലെക്സ് ആണ്, കോട്ടൺ തുണിയാണ്, കോട്ടൻ്റെ ഇതാണ്. അത് വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ല. വയ്ക്കുന്നതിൽ എന്താണ് സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് നഷ്ടവും അപകടവും. ഇപ്പം ചില അർദ്ധനഗ്ന സ്ത്രീകളിലൊക്കെ ഫോട്ടോ വണ്ടി ഓടിച്ച് പോകുന്ന ഡ്രൈവർമാർക്ക് ശ്രദ്ധ പോകും, അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. രാഷ്ട്രീയപരം VP സിംഗിൻ്റെയോ അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖ് അല്ലെങ്കിൽ കരുണാകരജിയോ അല്ലെങ്കിൽ പിണറായിജിയൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ മോഡിജിയൊക്കെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് റോഡിൽ വയ്ക്കുന്നതിൽ എന്താണ് സർക്കാരിന് കുറ്റം, എന്താണ് കോടതി കുറ്റം, എന്താണ് പബ്ലിക് നഷ്ടം മനസ്സിലാക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെ നേതാവുണ്ട് കല്ലറ സുകുമാരൻ, ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ദളിത് നേതാവാണ്. ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറി അയക്കുമ്പോൾ അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞു, എനിക്ക് ശേഷമാണ് ഈ ഇലക്ഷൻ കമ്മീഷന് ഇത്രയും അധികാരമുണ്ട് എന്ന് പ്രവൃത്തിയിൽ കൂടി തെളിയിച്ച ആളാണ് TN ശേഷൻ. മലയാളിയാണ്. TN ശേഷൻ വന്നതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ പവറുടെ നടന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു നിയമം പറഞ്ഞ് റോഡ് വക്കിലുള്ള മതിലുകളിൽ ഉടമസ്ഥ അനുവാദം ഇല്ലാതെ ഫ്ലെക്സ് വയ്ക്കുമോ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണം വയ്ക്കൂ പാടില്ല എന്ന് പറഞ്ഞു. സർക്കാർ ഭൂമിയല്ല, സ്വകാര്യ ഭൂമി. നേരിട്ട് നോക്കുമ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ ന്യായമല്ലേ? പക്ഷെ ഇൻഡയറക്റ്റ് നോക്കുമ്പോൾ കല്ലറ സുകുമാരൻ പറഞ്ഞത് ദളിത് മിസ്റ്റർ ഷാ, ഇത് സിറ്റികളിൽ മതിലുകളുള്ള ആർക്കാണ്? ഇവിടുത്തെ ഒരുപടി സമ്പന്ന വിഭാഗങ്ങൾക്കും സവർണ വിഭാഗങ്ങൾക്കും ആണ്. അപ്പോൾ ഒരു ദളിതനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മുസ്ലിമിനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് ഒരു ബോട്ടിൽ വഹിക്കുന്നതിനോ അവന് പറ്റാവില്ല, അവൻ്റെ ആൾക്കാർക്കായിരിക്കില്ല. ഇതെല്ലാം ഉയർന്ന സമ്പന്നരും അല്ലെങ്കിൽ സവർണരും പിന്നീട് പണക്കാരും ആൾക്കാർ സിറ്റികൾ. അപ്പോൾ അതിൻ്റെ പേരിൽ നേരിട്ട് നമുക്ക് കുഴപ്പമില്ല. സാധാരണക്കാരന് ഒരു ദളിതനൊക്കെ ഒരു ഫ്ലെക്സോ പരസ്യമോ വഹിക്കാൻ പാടില്ല. ഇൻഡയറക്റ്റ് അങ്ങനെ വ്യാഖ്യാനത്തിലൊന്ന്. അതുപോലെ ഇപ്പം ഇതിൽ ചുമരെഴുത്ത് മനസ്സിലാക്കുക, ചുമരെഴുത്ത് ശ്രദ്ധിക്കുക എന്നുള്ള ലോക തത്വമുണ്ട്. നമ്മൾ പറഞ്ഞ ലോക തത്വങ്ങളല്ല, ഇന്ത്യൻ തത്വം മാത്രമല്ല, വേൾഡ് ലോ, വേൾഡ് സൈക്കോളജി ആൻഡ് വേൾഡ് ഫിലോസഫി. അങ്ങനെ വരുമ്പോൾ പ്രതിഷേധത്തിൻ്റെ ഒരു സൂചനയാണ് ചുമരെഴുത്തുകൾ, പ്രതികരണത്തിന് സൂചനയാണ് ചുമരെഴുത്തുകൾ, വിപ്ലവത്തിന് സൂചനയാണ് ചുമരെഴുത്തുകൾ, രാഷ്ട്രീയ പ്രചരണത്തിന് സൂചനയാണ് ചുമരെഴുത്തുകൾ. ഇതെല്ലാം ഒരുപിടി സമ്പന്ന വിഭാഗങ്ങൾക്ക് അലോസരം ഉണ്ടാക്കുന്നതാണ്. അവൻ്റെ സമ്പത്തിന് കോട്ടം നട്ടതാണ്. അവൻ്റെ ഇതേപോലെയുള്ള സുഖലോലുതയ്ക്ക് കോട്ടം നട്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ ലിസി ജംഗ്ഷനടുത്തുള്ള ലിസി ജംഗ്ഷനാണ് ഇപ്പോൾ പഴയ PVS ഹോസ്പിറ്റൽ, പഴയ PV മെമ്മോറിയൽ PNB ഹോസ്പിറ്റൽ, അവിടെ ഇപ്പോൾ ലിസിക്കാരെടുത്തല്ലോ. അവിടെ ആ തീരത്തൂടി ഒരു റോഡ് അങ്ങ് തേവര ഫെറി വരും പടതാൽ ബാനർജി റോഡിലെ പിന്നെ MG റോഡിലെ ചിറ്റ് റോഡിലെ എന്നുള്ള ആ ഭാഗം സർവ്വ ബ്ലോക്കും തീരും. ഇപ്പം നിലവിൽ റോഡുണ്ട്, അത് ഡെവലപ്പ് ചെയ്താൽ പിന്നെ വികസിപ്പിച്ചാൽ മതി. അതിൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് 3 ദിവസം നിന്നില്ല, 4 ദിവസം നോക്കിയപ്പോൾ സാധനം കാണുന്നില്ല. അത് ഈ കോർപ്പറേഷൻ എടുത്തുകൊണ്ട് അല്ലെന്ന് പറഞ്ഞത്. അത് അവിടെ ആ റോഡ് വന്നാലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ റോഡ് കയ്യേറി പണിതിൻ്റെ ആൾക്കാർ, കുറേയധികം ആൾക്കാർ റോഡ് അവിടെ പുറമെ സർക്കാർ ഭൂമി കയ്യേറിയൊക്കെയാണ്. അതെല്ലാം പൊളിക്കേണ്ടി വരും. അത് മുളയിലെ നുള്ളുക. അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം വന്നാൽ, ചർച്ച വന്നാൽ ആ ചർച്ച ഈ കുഞ്ഞു മക്കളെ ചെറുപ്പത്തിൽ കൊല്ലുക അല്ലെങ്കിൽ പിന്നെ ചെടിയായിരിക്കും നശിപ്പിച്ചുകളെന്നപോലെ മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞില്ലേ, മുളയെ നുള്ളി അത് കളഞ്ഞ് അത് അവിടെ നിന്ന് കിട്ടാതെ. അതുപോലെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അത് ഭരിക്കുന്ന കക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും അല്ലെങ്കിൽ കോടതിയായാലും. കോടതിക്ക് റോഡിൽ ഫ്ലെക്സ് വയ്ക്കുന്നതിനെ കുറിച്ച് കോടതിയിൽ അങ്ങനെ ഒരു തർക്ക വിഷയം വന്നാൽ ഓക്കെ, കോടതിക്ക് ഇടപെടാം. അതിനുള്ള കോടതി അതുണ്ട്. നിയമം എക്സിക്യൂഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തടസ്സം വന്നാൽ ഇടപെടുന്നത് കോടതിയാണ്. അങ്ങനെ 3 രീതി എന്നുണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ആലോചിക്കേണ്ടതല്ലേ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചപ്പോഴേ ഞാൻ പബ്ലിക്കിന് വിട്ടിരിക്കുന്നത്. എനിക്ക് കോടതി ലക്ഷ്യ കേസോ അല്ലെങ്കിൽ പൈസ കാലത്ത് കോടതി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പബ്ലിക്ക് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ ചിന്തിക്കട്ടെ. അതാണ് കാര്യം. അതൊന്ന് ശ്രമിക്കാം. പിന്നെ മറ്റുള്ളത് പറയാനുള്ളത്, നമ്മളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ്റെ കാര്യം, ചാണ്ടി ഉമ്മൻ മലയൊട്ടിയ കാര്യം, ഇതൊക്കെ ഇപ്പോൾ ഒരു ചർച്ച വിഷയമാണ്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി കയറി എന്ന് പറഞ്ഞു, കഴിഞ്ഞാൽ അതിന് മുമ്പിലത്തെ വർഷമാണ് കേൾക്കുന്നത്. ആരും ശ്രദ്ധിച്ചില്ല. അന്ന് വേറൊരു ചാണ്ടി ഉമ്മനായിരുന്നു. ഇതിപ്പോൾ MLA ആകുമ്പോൾ കുറച്ചുകൂടി പവറുണ്ട്, ജനങ്ങൾ ശ്രദ്ധിക്കും. അതാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അതിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ സഭാ നേതൃത്വം ഉൾപ്പെടെ പലർക്കും വളരെയധികം ശക്തമായി പ്രതിഷേധമുണ്ട്. ഇത് വന്നു കഴിഞ്ഞു. കാരണം ക്രിസ്തീയ ആചാരപ്രകാരം മാമോദിസ മുഖ്യ ഒരു ക്രിസ്ത്യൻ യുവാവ് അദ്ദേഹം ശബരിമല സന്ദർശിക്കുകയല്ലേ ഇത്. ശബരിമല പോയി മറ്റേ നോമ്പ് നോറ്റുകയൊക്കെ ചെയ്ത് ആ അയ്യനെ, എന്നാൽ അയ്യപ്പനെ എൻ്റെ മുമ്പിൽ എല്ലാം ഏൽപ്പിച്ച് തിരിച്ചു പോന്നു. അവിടെ വിശ്വാസത്തിന് ഭാഗമുണ്ട്, ഒരു വിശ്വാസത്തിനുണ്ട്. ശബരിമല അന്നെ പറഞ്ഞ ആൾ ശബരിമല പോകുന്ന ഒരു അവകാശമാണ്. ഇപ്പോൾ യേശുദാസ് ശബരിമല വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. ഗുരുവായൂർ അമ്പലം നട പാടി തുറക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഗുരുവായൂർ അമ്പലം നട യേശുദാസ് പാടി തുറക്കുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ യേശുദാസിൻ്റെ ജാതി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അത് മതമൈത്രിക്ക് വേണ്ടിയിരിക്കുകയാണെങ്കിൽ പ്രേം നസീർ ചിറയൻകീഴിൽ ഒരു ശാർക്കര അമ്പലത്തിൽ ഒരു ആന നടയിരുത്തി. അതുകൊണ്ട് പുള്ളി ഹിന്ദുവായി നടത്തില്ല. ഇത് വിശ്വാസം. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ സഭാ നേതൃത്വം പറയുന്നതാണ്, ഇത് മാമോദിസയ്ക്ക് ഒരു ക്രിസ്ത്യൻ വ്യക്തി പുരുഷൻ അവിടെ ചെന്ന് തൊഴുതപ്പോൾ വിശ്വാസം മാറി എന്നുള്ളതാണ്. ഇപ്പം അവർ പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് ചാണ്ടി ഉമ്മനോട്, നിങ്ങൾക്ക് ഹിന്ദു മതം സ്വീകരിക്കുക, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ അത് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ. അവിടെയും ക്ലോസ് ചെയ്ത് ഇവിടെയും ക്ലോസ് സർവ്വമത അനുയായിയായിട്ടും ഒക്കെ അത് ഉചിതമല്ലെന്ന് മാത്രമല്ല സഭാ നേതൃത്വത്തിന് അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന് പറയാൻ പറ്റുമോ? ആ കേർഫുൾ സീറ്റ് കിട്ടിയാൽ ജയിക്കാൻ സാധ്യത കിട്ടും. എന്താണ് ഈ പയ്യൻ കാണിക്കുന്നത്? നമ്മൾ അറിവില്ലാവർ കുറ്റമല്ല, പക്ഷെ അറിവില്ലാൻ ഭൂഷമാക്കുന്നത് തെറ്റ് മാത്രമല്ല കുറ്റം കൂടിയാണ്. അതുപോലെ തന്നെ ഈ പയ്യൻ പൈച്ചറപ്പാണ്. 35 വയസ്സായിട്ടുള്ള കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അച്ഛൻ്റെ പേരിൽ ആളായി നല്ല വേറെ യാതൊരു ക്വാളിറ്റി ഇല്ല. ആനയുടെ മകൻ്റെ മറ്റു പതിപ്പാണ്. ആന മകണ്ടില്ല. ഇപ്പോൾ കൃപാസനത്തിൽ പോയി അമ്മയുടെ വാക്ക് കേട്ട് ഇപ്പോൾ മന്ത്രിയാകും പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് ആ ചേച്ചി ആയില്ലപ്പോൾ ഇത് എന്തായി? ഇപ്പോൾ അങ്ങനെ ആൾ ജീവിച്ചിരിപ്പുണ്ട്, അതിലറിയുണ്ടോ? കോൺഗ്രസ് എന്നപ്പോൾ ഏറ്റവും വലിയ സ്ഥാനം ആനയുടെ മകൻ നിലക്ക് ആ ഒരു മേഖലയിൽ, ഏത് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് കൊടുത്തത്. സംസ്ഥാന പ്രസിഡന്റ് റാങ്കാണത് ആ മേഖലയിൽ. അങ്ങനെ ചെയ്താൽ ഒരു നിമിഷം BJPക്ക് പോണ്. അച്ഛനും അമ്മയുടെയും സപ്പോർട്ടും സഹായത്തും മൗനാനുഭവത്തോടെ. മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. കുഞ്ഞിനെ കാവലേൽപ്പിച്ച് കുഞ്ഞിനെ കാവലേൽപ്പിച്ച് കീരിയെ വളർത്തിയ കീരിയെ ഏൽപ്പിച്ചിട്ട് അമ്മ തുണി അലക്കാൻ പുറത്തുപോയി, കുറച്ച് അകലെ പോയി. തിരിച്ചു വന്നപ്പോൾ കീരിയുടെ ചുണ്ടിൽ രക്തം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ കടിച്ചു കീറാന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് കല്ലെടുത്ത് കീരി എറിഞ്ഞ് കീരി ചത്തുപോയി. അത് മകൻ്റെ അടുത്ത് കുഞ്ഞിൻ്റെ അടുത്ത് പോയി കുഞ്ഞ് സുഖമായിട്ട് ഓടി കിടന്നു. കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നൊരു പാമ്പിനാണ് കീരി കൊന്ന്. ആ രക്തമാണ് ചുണ്ടിലായത്. അതിസാഹസം ശരിയല്ല എന്നൊരു പണ്ടൊക്കെ പഠിപ്പിക്കാണ്ടേ. ഇപ്പം നിങ്ങൾ പാഠഭാഗമൊന്നും ഇല്ലല്ലോ. സിനിമയിൽ ഗുണപാഠം ഇല്ലാത്തില്ല, കുറേ വളിപ്പിച്ചിരിയല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ പല ലക്ഷങ്ങൾ അങ്ങനെ ഗുണപാഠമൊന്നും കാണുന്നില്ല. അതുപോലെ നമ്മൾ കോൺഗ്രസ് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യം പറഞ്ഞത്. അവരെ നശിപ്പിക്കാനോ അവരെ എതിർപ്പ് വൈരാഗ്യം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്നെല്ലാം ഇന്ത്യയിലെ ഈ കുടുംബാധിപത്യം വന്നോ അന്ന് മുതൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ജീവൻ പോയി. ഇപ്പം ജഡമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ജഡമാണെന്ന് ഇന്ത്യയിലുള്ളത്. കാരണം എല്ലാ പാർട്ടികളും
അതൊരു പരിധിവരെ BJP കാര്യത്തിൽ പാറയൊക്കെയാണ്. CPM വേണമെങ്കിൽ പരിധിവരെ കഴിച്ചുകൂടും. ബാക്കി എല്ലാ പാർട്ടി, പ്രത്യേകിച്ച് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളും പിന്നോക്ക പാർട്ടികളും ദളിത് പാർട്ടികളൊക്കെ അച്ഛനച്ഛന്മാരാണ്. നമ്മളൊന്ന് ചരിത്രത്തിൽ നോക്ക്. മുലായം സിംഗിൻ്റെ മകൻ വന്ന്, ലാൽ പ്രസാദ് യാദവിൻ്റെ മകൻ, ദേവഗൗഡ മകൻ വന്ന്, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ വന്ന്, ഏക്കാൻ്റെ മകൻ വരുന്നു, പിന്നെ ആരാണ് വരാത്തത്? മാണി സാറിൻ്റെ മകൻ വരുന്നു, മുസ്ലിം ലീഗിൻ്റെ അത് വരുന്നു. അങ്ങനെ എല്ലാവരും ഈ പിന്നെ എന്താണ് SNDP വെള്ളാപ്പിയുടെ മകൻ വരുന്നു. ഞാനൊരു കൊച്ചു പാർട്ടിയാണ്, എനിക്കൊരു മകനുണ്ട്. ആ മകന് ചാൻസ് കൊടുക്കും ഞാൻ വിചാരിച്ചു. ഞാൻ ഇപ്പോൾ കുറേ ആളായിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് വെറും സ്റ്റേറ്റ് കൗൺസിൽ മാത്രം മെമ്പറാക്കി മതി. വാസുദേവൻ ആരംഭത്തിൽ എൻ്റെ കൂടെ ഉള്ളതാണ്. എങ്കിലും അച്ഛനെ പാരമ്പര്യമായിട്ട് മകനാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മെമ്പറാക്കി. ബാക്കി ഭാരവാഹിത്വം കൊടുത്തിട്ടില്ല. ഞാൻ ഈ കുടുംബത്തെ എതിർക്കും, ഞാൻ എൻ്റെ മകനെ കൊണ്ട് ഞാൻ ഇത് വെച്ചാൽ അങ്ങനെ ഒരു ചിന്ത വന്നില്ല എന്ന് പറയാൻ പറ്റുക. അത് ഞാൻ മനസ്സിലാക്കിയത് തിരുത്തി. അങ്ങനെ വരുമ്പോഴാണ് ഈ കാണുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഏതാണ്ട് 2% പോലും തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിൽ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതേ ആൾക്കാരുടെ പറയാണ് ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോവാണ്. അത് സാധാരണ മുസ്ലിങ്ങളല്ല കേട്ടോ, തീവ്രവാദി മുസ്ലിങ്ങളാണ്. സാധാരണ ഈ സംഘപരിവാറിനോടൊക്കെ ക്രിസ്ത്യൻകോടൊക്കെ പറയാനുള്ളത്, സാധാരണ മുസ്ലിങ്ങളിൽ മുഴുവൻ വിചാരിച്ചാൽ പോലും ഇന്ത്യയിൽ ഇസ്ലാമിക് ഭരണം അല്ലെങ്കിൽ മുസ്ലിം ഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ന്യൂനപക്ഷ പാർട്ടിയും ലോകത്ത് ഇതേവരെ ഭരണത്തിൽ വന്നിട്ടില്ല. അവർ നേതൃത്വത്തിൽ പങ്കാളിയാകും, അത് വേറെ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്നിട്ട് ചില പറയുന്നുണ്ട് മുസ്ലിം ആധിപത്യം വരുന്നു എന്നാണ് സംഘപരിവാറിൻ്റെ പ്രചരണം. എന്ത് ന്യായമാണ്? ഇവിടെ വിഷയം അതല്ല. ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയാവുന്ന പോപ്പുലർ ഫ്രണ്ടുകാരോട് ഞാൻ പറഞ്ഞത് അപകടമാണ്. നിങ്ങൾ അവസാനം മുട്ടുന്നത് ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പാണ്. ഇന്ത്യൻ പട്ടാളം നിങ്ങൾ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമാണ്, നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജയിച്ച് പട്ടാളം മടങ്ങുള്ളൂ, പട്ടാളം അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അത് നിങ്ങൾ അലമ്പുണ്ടാക്കലെന്ന് പറഞ്ഞ് ചെയ്തില്ല. അത് ഇല്ലാത്ത മുദ്രാവാക്യമൊക്കെ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ സമുദായത്തെ ഒറ്റുകൊടുത്ത് സ്വർണ്ണക്കട തുടങ്ങിയ എല്ലാ വില്ലാളി വീരന്മാരുണ്ടായി. അവരെല്ലാം ഇപ്പം അകത്താണ്, എവിടെ കിടന്നുറയില്ല. അങ്ങനത്തെ മണ്ടന്മാരല്ല കാസ ഗ്രൂപ്പ് കുട്ടന്മാർ. കാസ് നിയന്ത്രിക്കുന്ന ഇസ്രായേൽ ലോബിയുണ്ട്, അമേരിക്കൻ ഗ്രൂപ്പുണ്ട്, ബ്രിട്ടൻ ഗ്രൂപ്പുണ്ട്, അതിന് പാശ്ചാത്യ ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഇൻ്റലിജൻസ് ബ്യൂറോ പോലും അവർ ശ്രദ്ധിക്കുന്ന അർത്ഥം. ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത്, മറ്റു രീതിക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ അർത്ഥം അവർക്ക് ഉപദേശം കൊടുക്കാനൊക്കെ ബുദ്ധിജീവികളുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി മർമ്മത്ത് കുത്താണ്. അവരെങ്ങനെയാണ് മർമ്മത്ത് കുത്തറിയോ? ഇപ്പം ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തെന്നി നിൽക്കുന്ന നേതാക്കൾ കാലിക്ക് മാറാനുള്ള സാധ്യതകളും ഇവരെല്ലാം കണ്ടുപിടിച്ചിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ റിപ്പോർട്ട് കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്ന് എനിക്കല്ല, ഒരു സംശയം പറയാണ്. കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പിണറായി സഖാവിൻ്റെതാണല്ലോ. അവിടെ ഒരു ചാണ്ടി ഉമ്മനോട് പറഞ്ഞു കാണും, രക്ഷയില്ല, അടുത്ത വാരം നിങ്ങൾ സീറ്റ് കിട്ടുന്ന ഉറപ്പില്ല, കിട്ടിയാൽ ജയിക്കുന്ന ഉറപ്പില്ല, കാലുവാനും സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഇപ്പോഴേ ഒരു സുരക്ഷിതമായ മാർഗം കണ്ടുപിടിച്ചോ. അല്ല, ഒന്ന് BJP പോകാന്നുള്ളതാണ്. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സുരക്ഷ എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേക ക്രിസ്ത്യൻ സമുദായം ഒരു സ്ഥലത്തും ഭൂരിപക്ഷം കിട്ടി ജയിക്കാവുന്ന സംവിധാനം കേരളത്തിലില്ല, ക്രിസ്ത്യൻസിന് ഇല്ല. പിന്നെ ഹിന്ദു അല്ലാത്ത ക്രിസ്ത്യാനി എന്നാൽ മുഴുവൻ ഹിന്ദു സംഘപരിവാറിൻ്റെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ ആകെ ചാൻസ് ഉള്ളതാണ് CPM. അതുകൊണ്ട് കൂടിയല്ലേ എന്ന് ഈ മണ്ടനോട് ഞാനും ചോദിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് അറിയുമോ? കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് ഉമ്മൻചാണ്ടി മരിച്ച് 1 മാസമായിട്ട് ഏറ്റവും വലിയ സ്ഥാനമായി MLA സ്ഥാനം കൊടുത്തു, യാതൊരു പണിയെടുക്കാതെ. എന്നിട്ട് പറയാണ് പിണറായി സഖാവാണ് നല്ല നേതാവ്. ഞാൻ പിണറായി സഖാവ് നമ്മൾ മുഖ്യമന്ത്രിയാണ്, അതൊരു കുഴപ്പമില്ല. ഒരു കോൺഗ്രസ് ടിക്കറ്റ് മത്സരി MLA എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് പിന്നെ മൗനം വിദ്വാന് ഭൂഷൺ വാക്ക്. അവിടെ നമ്മൾ മൗനം പാലിക്കേണ്ടത്. നിങ്ങൾ പിണറായി കുറ്റം പറയണ്ട, അത് ശരിയല്ല. നിങ്ങൾ പൂർത്തിയും പറയട്ടെ. അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? അതൊക്കെ ഞാൻ പിന്നീട് പറയുന്നത്. അങ്ങനെ ഉരുണ്ട് കളിച്ച് ഒഴിവായി പോകല ബുദ്ധി. അതാണ് കോൺഗ്രസ് നേതാവ് ചെയ്യേണ്ടത്. ഇതല്ല പിണറായി വിജയനാണ് നല്ലത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ സഹായിച്ചിട്ടുണ്ടാവും പിണറായി സഖാവിന്.
അത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അത് ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനുള്ള സ്നേഹം കൊണ്ടാണോ? മറ്റെല്ലാം ഉപേക്ഷിച്ച് പിണറായി സഖാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തി ഞങ്ങൾ സഹായിച്ചെന്നുള്ള ആ സർട്ടിഫിക്കറ്റൊക്കെ മനസ്സിലുണ്ടായിരിക്കും. പേഴ്സണായിട്ട് പറയാം, പബ്ലിക് പറയാം, ഇതെല്ലാം വന്നില്ലേ? അപ്പം ഇതിനൊക്കെ അർത്ഥം ഈ മനുഷ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തി കളഞ്ഞു, ഉമ്മൻചാണ്ടി പേരും കളഞ്ഞു. അപ്പം ആ സമുദായം തന്നെ പുള്ളിക്കെതിരായി. ഇനി അയാൾക്ക് ഇവിടെ ആരാ സംരക്ഷണം കൊടുക്കുന്നത്? ഞാനിപ്പോൾ എം ഹസനെ കുറിച്ചൊക്കെ പറയും, സ്വന്തം സമുദായത്തിൽ വേരില്ലാത്തവൻ എവിടെ പോലും വിജയിക്കില്ല. നമ്മുടെ മറ്റേ രാഹുൽ ഗാന്ധി അല്ല, രാജീവ് ഗാന്ധി പോലും മതം മാറി മുസ്ലിമായിട്ട് നിന്നിട്ട് കാര്യമില്ല, വിജയിക്കാൻ പ്രയാസമാണ്. അതുപോലെ ഇതേ ഇപ്പോൾ ഹിന്ദുമതം സ്വീകരിക്കാം, അത് കുഴപ്പമില്ല, ഒരു അവകാശമാണ്. പക്ഷെ അതിൻ്റേത് പരിഗണന കിട്ടുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തെ ഹിന്ദുമതം പരിഗണിക്കുമോ, ക്രിസ്തുമതം പരിഗണിക്കുമോ, മുസ്ലിം മതം പരിഗണിക്കുമോ? കളഞ്ഞില്ല ഒരു നേതാവിനെ. അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്, ഞാൻ കീരിയുടെ കാര്യം പറഞ്ഞത് ബുദ്ധിപൂർവമാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ കൊല്ലാൻ നടന്നിട്ട് എന്നെ ചീത്ത വന്നിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ സംഘ് പരിവാറിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച 2 ഗ്രൂപ്പുകളാണ്. അത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല, ഇഷ്ടമാകില്ലേ ഇരിക്കൊന്നുമില്ല. നമ്മൾ സത്യം പറയും. നമ്മളെ ലാബിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അതിൽ കാണുന്ന പറയും, അത് നോക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. അതുപോലെ നമ്മൾ മനഃശാസ്ത്രം പറയുന്നത്, ഫിലോസഫിയാണ് പറയുന്നത്, സയൻസാണ് പറയുന്നത്, ശാസ്ത്രീയമാണ്, തത്വജ്ഞാനമാണ്, മനഃശാസ്ത്രമാണ്. ഇതൊരിക്കലും തെറ്റാൻ സാധ്യമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഈസി ആയിട്ട് സംഘ് പരിവാറിന് ഇന്ത്യയിൽ വരാൻ പറ്റിയ 2 കാലം, ഒന്ന് ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ്, എന്ത് പറഞ്ഞാൽ സോണിയ കോൺഗ്രസ്, മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ്. ഈ 2 പ്രസ്ഥാനങ്ങളാണ് സംഘ് പരിവാറിന് ഇത്രയും വേഗം പടർന്ന് പന്തലിക്കാൻ സാധ്യതയുണ്ടായത്. മനസ്സിലായില്ലേ? ഇത് രണ്ടുമാണെന്ന് മുസ്ലിം ലീഗിൻ്റെ അണികൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികൾക്കോ മനസ്സിലാകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് തങ്ങൾ കുഞ്ഞാക്കായി ആണ് ദൈവങ്ങൾ, സോണിയ നമുക്ക് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയാണ് ദൈവങ്ങൾ എന്ന് അവരും പറയാണ്. ഈ 2 ചിന്താഗതി എവിടെ എത്തിക്കും? ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപിടി ഫാസിസ്റ്റുകളുടെ കയ്യിലേക്ക് ഭരണം കൊടുത്തല്ലോ. ഇനി എന്താ കൊടുക്കാനുള്ളൂ? ഇനിയിപ്പോൾ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തോൽവി തുടങ്ങിയത് നെഹ്റുവിൻ്റെ ശേഷം മകളുടെ മകൾ ആ പാരമ്പര്യം. നിങ്ങൾ കോൺഗ്രസ്സുകാർ എത്ര എതിർത്താലും അനുകൂലിച്ചാലും എന്നോട് വഴക്കുണ്ടാക്കിയാലും ഒരു കാരണം. മറ്റു കാരണം മുലായം സിംഗ് പോലുള്ള പാർട്ടിയുടെ, പിന്നെ മറ്റുള്ള ഇല്ല. അവിടെ എന്ത് ജനാധിപത്യത്തിന് പ്രസക്തി? 30-40 വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച്, കൊടി പിടിച്ച്, മുദ്രാവാക്യം വിളിച്ച്, കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടിയൊക്കെ മുദ്രാവാക്യം വിളിച്ച് പട്ടിണി കിടന്ന് മരിച്ചവരുണ്ട്, രോഗികളുണ്ട്. അവർക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ ഇന്നലെ വരെ നിന്നിട്ട് അച്ഛൻ മരിച്ച മകൾ വന്ന അതിൻ്റെ തലസ്ഥാനം ഇന്ദിര വന്ന് പ്രധാനമന്ത്രി. ഇന്ദിര ഉരുക്കുമുഷ്ടിയാണ്, ദുർഗയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ. ഏതായാലും ജനാധിപത്യത്തിൽ ഈ കുടുംബാധിപത്യം ജനാധിപത്യത്തിൻ്റെ ജീവൻ കളഞ്ഞു. ഇനി ശവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ശവം എന്ന് പറഞ്ഞ ജനാധിപത്യത്തെയാണ് ഇപ്പോൾ സംഘ് പരിവാർ എന്ന ഫാസിസം അത് ഒന്നും കൂടി മോശമാക്കി. അങ്ങനെ ഒന്നിനും കൊള്ളാതെ ആർക്കും വേണ്ടാത്തൊരു ജനാധിപത്യമായിപ്പോയി ഇന്ത്യയിൽ. യാതൊരു ന്യായികളില്ല. ന്യായികൾ ജനാധിപത്യം എന്താണ്? ഭൂരിപക്ഷം ഇപ്പം 100 പേരുണ്ടെങ്കിൽ 51 പേര് കിട്ടിയ ആളായിരിക്കണം ജനാധിപത്യത്തിൽ ഭരിക്കേണ്ടത്. 50% വോട്ട് കിട്ടിയ ഭരിക്കേണ്ടത്. ഇതിപ്പോൾ നെഹ്റുവിൻ്റെ കാലം പോലും ഇങ്ങോട്ട് 30%. ഇപ്പോൾ ഈ BJP പോലും 35 പണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് 36% ആകെ വോട്ട് ചെയ്തുള്ളൂ. അതിൽ 10-20% കിട്ടുള്ളൂ എന്ന്, ബാക്കി വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അന്നോലും ഇന്നേ വരെയും ഇന്ത്യയിൽ ആകെ വോട്ടർമാരിൽ 30%, 33% നേടിയവരാണ് രാജ്യം ഭരിച്ചത്. ബാക്കി 67, 70%, 75%, 78%. നെഹ്റുവിൻ്റെ കാലത്ത് 78% പുറത്തായിരുന്നു. ആകെ 36% വോട്ടേ ഉള്ളൂ. അതിൽ 36 കോൺഗ്രസ് കിട്ടിയില്ലല്ലോ, 10-24 കിട്ടുള്ളൂ. അപ്പോൾ 10 കുറഞ്ഞില്ലേ? അവരാണ് ഇത്രയും കാലം അടുക്കി ഇന്ത്യയെ ഭരിച്ചത്. ഇതല്ല വേണ്ടത്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തിന് ഏറ്റവും വലിയ പോരായ്മ എന്താ അറിയുമോ? ഒരു കാര്യം പറയാം.
പ്രധാന ചില പോരായ്ക ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പോരായ്ക പറയാം. ഒന്ന്, വോട്ട് ചെയ്യാൻ നമുക്ക് അവകാശമില്ല, തിരിച്ചു വിളിക്കാൻ അവകാശമില്ല. അതൊരു ഒരു മേജർ തെറ്റ് പോരായ്ക തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പോൾ 100 വോട്ടുള്ള ഒരു വാർഡിൽ 3 വോട്ട് ചെയ്തുള്ളൂ ആകെ, അല്ല 2 വോട്ട് കിട്ടിയാൽ അധികാരത്തിവരാണ്. 97 പേര് വോട്ട് ചെയ്തെങ്കിലും 3 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വോട്ട് കിട്ടാൻ ജയിച്ചാൽ പ്രഖ്യാപിക്കുകയാണ്. അതെന്ത് ജനാധിപത്യമാണ്? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആകെയുള്ള വോട്ടർമാരിൽ 80% ചെയ്തിരിക്കണം. അത് വേണമെങ്കിൽ ബിറ്റ്വീൻ 75 to 80 ആക്കാം. അതിൽ 51% കിട്ടിയവർ മാത്രമേ ജയിച്ചേ പ്രഖ്യാപിക്കാവൂ. അങ്ങനെ വരുമ്പോൾ മൂന്നാമൊരു സ്ഥാനാർത്ഥിയല്ല, AB 2 സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ. അതാണ് ജനാധിപത്യം. അപ്പോൾ ഏതായിട്ട് ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായമാണ്. ഇന്ത്യയിൽ ഇന്നേ വരെ ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായം കിട്ടി ഒരു ഗവൺമെൻറ് ഭരിച്ചിട്ടില്ല. ഇത് മൊത്തം ജനസംഖ്യയുടെ കാര്യം വന്നു, അല്ലെങ്കിൽ മൊത്തം വോട്ടർമാരുടെ കാര്യം ഭൂരിപക്ഷം, അല്ലാതെ ആകെയുള്ള MP-മാരിലല്ലേ, MP-മാരിൽ ഭൂരിപക്ഷം ഭരിക്കില്ലല്ലോ. അത് ജനാധിപത്യം പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പോൾ ലീഗിൻ്റെ പോരായിക നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ പിന്നീട് പറയാം, സമയം കഴിയുമ്പോൾ 2 പോയിന്റ് പറഞ്ഞേക്കാം. ഒന്ന്, പ്രൊഹിബിറ്റഡ് ഏരിയ. നമുക്ക് കലൂർ ഇപ്പോൾ KC ഓഫീസിന് മുമ്പിൽ പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് ബോർഡുണ്ട്. വാസ്തവത്തിൽ പ്രൊഹിബിറ്റഡ് അതാണോ? പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പോരെ, അതിലെ സംരക്ഷിത മേഖല എന്നല്ലേ ശരി. നിരോധിത മേഖലയേക്കാൾ നല്ല സംരക്ഷിത മേഖല. നിരോധി ഇപ്പോൾ ഇവിടെ പുകവലി നിരോധിച്ചിരിക്കുകയാണ്, അത് കറക്റ്റാണ്. ഇപ്പോൾ പുകവലി പ്രൊഹിബിറ്റഡ്, സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, പ്രൊഹിബിറ്റ് നിരോധിച്ചിരിക്കുകയാണ്. ഇത് സംരക്ഷണ മേഖല അതല്ലേന്ന് ബുദ്ധിയുള്ളവർ ഒന്ന് ചിന്തിക്കുക. മറ്റൊന്നൊരു ആംബുലൻസ് ഫ്രണ്ടിൽ കണ്ടി, എന്താണ് പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. പേഷ്യൻ്റ് നമുക്ക് മനസ്സിലായി, രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനം. അതിൽ ക്യാരിയിങ് എന്ന വാക്കല്ലേ. ട്രാൻസ്പോർട്ട് ചെയ്ത് ജീവനില്ലാത്ത വസ്തുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുണ്ട്, ജീവനുള്ള വസ്തു ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നത് പ്രായോഗികമാണെന്നുള്ളത് ബുദ്ധിജീവികൾ ആലോചിക്കുക. ഈ 2 കാര്യം നിങ്ങൾ ബുദ്ധിജീവികൾക്ക് വിട്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.